അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അല റസൂലില്ലാ വഅല അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, റമദാൻ മാസം പുണ്യങ്ങളുടെ മാസമാണല്ലോ. വ്യത്യസ്തമായ പുണ്യങ്ങൾ ചെയ്യാൻ നാം പരിശ്രമിക്കാറുണ്ട്. റബ്ബ് നമ്മളിൽ നിന്ന് അതെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസം എത്തിയാൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ സ്വതക്കകൾ ചെയ്യുമായിരുന്നു, അഥവാ ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. നമുക്ക് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നാം അപ്രകാരം ദാനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് റമദാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നതിൻ്റെ, ദാനധർമ്മം ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠത പഠിപ്പിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എല്ലാ ദിവസവും 2 മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ് പ്രവാചകൻ്റെ ഹദീസ്. ഇപ്രകാരമാണ്: മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി. നബി പറയുകയാണ്, അടിമകളുടെ ഓരോ ദിനത്തിലെ പ്രഭാതത്തിലും 2 മലക്കുകൾ വാനലോകത്തു നിന്നും ഇറങ്ങി വരുമെന്ന്. എന്നിട്ട് ഫയഖൂലു അഹദുഹുമ, 2 മലക്കിറങ്ങുമല്ലോ, അതിൽ ഒരു മലക്ക് പറയും: അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, റബ്ബേ, ചെലവഴിക്കുന്നവന്, നൽകുന്നവന് നീ പകരം നൽകണമേ. ദാനം ചെയ്യുന്ന ആൾക്ക് നീ അതിന് ഇരട്ടി ഇരട്ടിയായി പകരം റബ്ബെ നൽകണമേ എന്ന് ഒരു മലക്ക് പറയും. രണ്ടാമത്തെ മലക്ക് വയക്കൂലുൽ ആഖർ, രണ്ടാമത്തെ മലക്ക് പറയും: അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, റബ്ബേ, കൊടുക്കാതെ, സമ്പത്തുണ്ടായിട്ടും കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവനുണ്ടല്ലോ, പിശുക്കുന്നവനുണ്ടല്ലോ, റബ്ബേ, അവൻ നീ നാശം വിതയ്ക്കണമേ, അവന് ഉള്ളതെല്ലാം നീ നശിപ്പിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്നാണ്. വിശ്വാസികളെ, ഈ ഹദീസിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്. സ്വത്തുണ്ടായിട്ട് കൊടുക്കാതിരുന്നാൽ അവന് നാശത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഏറ്റവും മുഖറബീങ്ങളായ അടിമകളാണ്, അടിയാറുകളാണ്, മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത്. റബ്ബ് ആ പ്രാർത്ഥന തട്ടിക്കളയില്ല. ഇനി ഒരാൾ ഉള്ളതുകൊണ്ട് ചിലവഴിക്കുകയാണ്, അങ്ങനെ ചിലവഴിച്ചാൽ അവന് വീണ്ടും സമ്പത്ത് കൂടാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് അള്ളാഹുവിൻ്റെ അടിയാറുകൾ, മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്. വിശ്വാസികളെ, ഈ മാസം പുണ്യങ്ങളുടെ മാസമാണല്ലോ. നമുക്ക് ദാനം ചെയ്താൽ പകരം ലഭിക്കുകയല്ലാതെ നഷ്ടം ഒന്നും വരികയില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ദാനധർമ്മങ്ങൾ നമ്മൾ കൂട്ടാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു തആല ഖുർആനിൽ ദാനം ചെയ്യുന്നവർക്ക് പകരം നൽകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. റഹ്മാനായ റബ്ബ് സൂറത്തുൽ ബഖറയിലൂടെ പറയുകയാണ്, ചിലവഴിക്കുന്നവരുടെ ഉപമ, അവരുടെ സമ്പത്ത് ഫീ സബീലിൽ, അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ ഉപമ കമസലി ഹബ്ബ. എത്ര വലിയ നല്ല ഉദാഹരണമാണ്! അതൊരു ഹബ്ബത്തിനെ പോലെ, ഒരു ധാന്യമണിയെ പോലെയാണ്. അള്ളാഹ് തുടർത്തി പറയുകയാണ്, അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ഒരു ധാന്യമണി അത് കുഴിച്ചിട്ടാൽ, അത് നട്ടാൽ അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാകും. ഓരോ കതിരിലും 100 മണികൾ ഉണ്ടാകും. അങ്ങനെ 700 ധാന്യമണികൾ ഒരു ധാന്യമണിയിൽ നിന്നും സൃഷ്ടിക്കപ്പെടും, ഉണ്ടാക്കപ്പെടുമെന്ന് അള്ളാഹു ഇതുപോലെ, അതല്ല, യുദാഇഫു ലിമൻ യശാ എന്ന് ആ ആയത്തിൻ്റെ അവസാനത്തിൽ പറയാണ്, അതിനേക്കാൾ ഇരട്ടിരട്ടിയായി റബ്ബ് പകരം നൽകുമെന്നാണ്. ആർക്ക് പകരം നൽകും? നൽകുന്നവന്, ഉള്ളത് കൊണ്ട് ദാനധർമ്മം ചെയ്യുന്നവന്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രാമുഖ്യം നൽകേണ്ടതുണ്ട്. എന്നും നമ്മൾ താഴെയുള്ള കൈയായി മാറരുത്, എന്നും വേടിക്കുന്നവനായി മാറരുത്. ഉള്ളത് കൊണ്ട് കൊടുക്കാൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സമ്പന്നനായിരുന്നില്ലല്ലോ. ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നല്ല നേർത്ത റൊട്ടി തിന്നാൻ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് പലപ്പോഴും സാധിച്ചിട്ടില്ല. പ്രവാചകന് ഇഷ്ടപ്പെട്ടത് ആടിൻ്റെ തുടയല്ലായിരുന്നു. അത് പ്രവാചകന് അതിൽ നിന്നും മാംസം പിച്ചിയെടുത്ത് ആസ്വദിച്ച് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, ആ ചെറിയ കൂരയിൽ കഴിഞ്ഞ മുത്ത് റസൂൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ റമദാൻ മാസം എത്തുമ്പോൾ, ലൈലത്തുൽ ഖദ്ർ എത്തുമ്പോൾ, അവസാന 10 എത്തുമ്പോൾ സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ, നമുക്കും ചെയ്യേണ്ടേ? നമുക്കും ആ മുത്ത് റസൂൽ പോകുന്ന സ്വർഗത്തിലേക്ക് പോകേണ്ടേ? അതുകൊണ്ട് വിശ്വാസികളെ, സ്വതക്കകൾ ധാരാളം ചെയ്യുക. സ്വതക്കകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, നമ്മളത് രഹസ്യമാകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആളുകൾ കാണക്കെ, റിയാഇന് വേണ്ടിയിട്ട്, 4 ആൾ കാണക്കെ
ചെയ്യേണ്ടതല്ല സ്വതക്കകൾ, മറിച്ച് ആരുമറിയാതെ ചെയ്യുന്ന സ്വതക്കകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമാണ്. ഇന്ന് നമുക്കതിന് എളുപ്പമാണ്. നമ്മുടെ മൊബൈലിൽ, മീഡിയകളിൽ, വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾ അല്ലേ, ഇന്ന ആൾക്ക് ഇന്ന പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നമ്മുടെ ബാങ്കിങ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായി ആരുമറിയാതെ, അക്കത്തിൻ്റെ വലുപ്പമറിയാതെ, ആരുമറിയാതെ രഹസ്യമായിട്ട് നമുക്ക് ദാനം ചെയ്യാൻ കഴിയും. അത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഉത്തമമായതായിരിക്കണം സ്വതക്ക ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന സ്വതക്ക ഏറ്റവും ഉത്തമമായത്, നമുക്ക് വേണ്ടാത്തതല്ല കൊടുക്കേണ്ടത്. കാറ്റത്ത് തൻ്റെ വീട്ടിലെ വാഴ അതൊന്ന് ചെരിഞ്ഞു വീഴുമ്പോൾ അതിലെ വാഴക്കുലയിലെ ഏറ്റവും ചെറിയ പഴം നോക്കിയിട്ട് അയൽവാസിക്ക് കൊടുക്കേണ്ടതല്ല സ്വതക്ക. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അത് ബാക്കിയായി ഇനി എന്തു ചെയ്യുമെന്ന് ചിന്ത വരുമ്പോൾ കൊടുക്കേണ്ടതല്ല, മറിച്ച് ഉള്ളതിൽ ഏറ്റവും നല്ലത് നൽകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ ജാരിയാവാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് പലരും അതിൽ അശ്രദ്ധാലുക്കളാണ്. നമ്മൾ അത് മാറ്റേണ്ടതുണ്ട്. പള്ളിയിൽ ഓതുന്ന മുസ്ഹഫുകളിൽ എൻ്റെ ഒരു മുസ്ഹഫ് അതിലുണ്ടോ? ജാരിയായ സ്വതക്കകൾ പ്രവാചകൻ എണ്ണിപ്പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് മുസ്ഹഫ് നൽകുക. അതുപോലെ തന്നെ വെള്ളം ഉള്ള കിണറുകൾ കുഴിച്ചു കൊടുക്കുക, പള്ളി ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും ജാരിയായ സ്വതക്കകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? വിശ്വാസികളെ, അത് നാം ചെയ്യേണ്ടതുണ്ട്. നിലനിൽക്കുന്ന സ്വതക്കകൾ, ഞാനും നിങ്ങളും മരിച്ചു പോയാൽ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പുണ്യങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഇന്ന് എടുത്തു വെച്ച എൻ്റെ സമ്പത്തിൽ നിന്ന് എൻ്റെ വീട്ടിൽ കായ്ച്ച് വളരുന്ന, എൻ്റെ വീട്ടിലെ തെങ്ങിൽ നിന്ന് വീണ ഒരു കൊട്ട തേങ്ങ പോലും ചിലപ്പോൾ എൻ്റെ മരണശേഷം എൻ്റെ മക്കൾ നൽകിയെന്ന് വരില്ല. റഹ്മാനായ റബ്ബ് നമ്മുടെ മക്കളിൽ നിന്ന് ഇരു ലോകത്തും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മരിച്ചാൽ നമ്മുടേതിനു വേണ്ടി ആളുകൾ തല്ലുകൂടുകയല്ലാതെ, പിടിവലി കൂടുകയല്ലാതെ, മറിച്ച് എൻ്റെ ഉപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക്, എൻ്റെ സഹോദരന് വേണ്ടി ഇത് സ്വതക്ക ചെയ്യണമെന്ന് ചിലപ്പോൾ വിചാരിച്ചെന്ന് വരില്ല. ജീവനുള്ള കാലത്ത് റബ്ബിൻ്റെ മാർഗത്തിൽ ചെറുതാണെങ്കിലും ഉള്ളത് തൻ്റെ നാട്ടിലെ പള്ളിയിലെ ബക്കറ്റ് വെച്ച് ഏതെങ്കിലും ഉത്തരേന്ത്യക്കാരൻ വന്നിട്ട് കാശ് ചോദിക്കുമ്പോൾ അതിലേക്ക് ഒന്നും നോക്കാതെ ഇട്ടുകൊടുക്കാൻ, പാവങ്ങൾക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ ജാരിയയായ സ്വതക്കകൾ, അത് ഖുർആൻ നൽകലാകാം, അത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കലാകാം, പള്ളി ഉണ്ടാക്കി കൊടുക്കലാകാം, വീടുണ്ടാക്കി കൊടുക്കലാകാം, വെള്ളമുള്ള കിണറുകൾ കുഴിച്ചു കൊടുക്കലാകാം. ജീവിതത്തിൽ ഏതെങ്കിലും ഒന്ന് അങ്ങനെയുള്ളത് മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒന്ന് അവശേഷിപ്പിക്കണം. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ റമദാനിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു ദിവസം ഒരു സ്വതക്കയെങ്കിലും നിങ്ങൾ ചെയ്യണം. ഒരു ദിവസം ഒരു സ്വതക്കയെങ്കിലും, ഈ അവസാനത്തെ 10 പ്രത്യേകിച്ച് ഒരു ദിവസം ഒരു സ്വതക്കയെങ്കിലും ചെയ്യണം നിർബന്ധമായിട്ടും. അതെങ്ങനെ കഴിയും? ധാരാളം ആളുകൾ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട്, പള്ളികൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ പറഞ്ഞ ആളുകൾ വരുന്നു. അവർക്ക് നമുക്ക് കൊടുക്കാം. ഒരാളും ഒരു ദിവസം വന്നില്ലെങ്കിലും തേടി ചെല്ലണം. ഞാൻ സാധനം മേടിക്കാൻ പോകുന്ന കടയിൽ അവിടെ പാലിയേറ്റീവ് കെയറിൻ്റെ വലിയ ബോക്സുകൾ ഉണ്ടാകും. അതിൽ എനിക്കൊരു 10 രൂപ നിക്ഷേപിച്ചുകൂടെ? വേണ്ട, ഞാൻ പോകുന്ന പള്ളിയിൽ എന്നും ഒരു ധർമ്മപ്പെട്ടി ഉണ്ടാവില്ലേ? അവിടെ എനിക്കൊരു 10 രൂപ, 20 രൂപ എനിക്ക് കഴിയുന്നൊരു സംഖ്യ നിക്ഷേപിച്ചുകൂടെ? അതുമാത്രമല്ല, ഈ അവസാനത്തെ 10 രാത്രിയിൽ പ്രത്യേകിച്ച് സ്വതക്ക കൊടുക്കാൻ, ഒറ്റയിട്ട രാവുകളിൽ പ്രത്യേകിച്ച് സ്വതക്ക കൊടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞ ഒരു രാത്രി, അവസാനത്തെ 10 ഒറ്റയിട്ട ഒരു രാത്രിയുണ്ട് വിശ്വാസികളെ. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ്. എന്നാണെന്നറിയില്ല, ഞാൻ അന്നത്തെ രാത്രി ഒരു സ്വതക്ക ചെയ്താൽ അത് 1000 മാസം ഞാൻ സ്വതക്ക ചെയ്തതിന് തുല്യമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളെ, നമ്മുടെ ഈ രാത്രികളിൽ പ്രത്യേകിച്ച് വലിയ വലിയ സ്വതക്കകൾ തന്നെ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ മൊബൈലുകളിൽ പല സ്ക്രീൻഷോട്ടുകളും പല സ്വതക്കകൾ അഭ്യർത്ഥിച്ചുള്ള മെസ്സേജുകളും ഗൂഗിൾ പേ നമ്പറുകളും അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസുകളും വന്നു കിടക്കുന്നുണ്ടാകും. അതുകൊണ്ട് സ്വതക്കകൾ അധികരിപ്പിക്കുക. അത് റഹ്മാനായ റബ്ബിൻ്റെ പ്രീതി ലഭിക്കുന്ന കാര്യമാണ്. അർശിൻ്റെ തണൽ ലഭിക്കാൻ വരെ രഹസ്യമായ സ്വതക്കകൾ കാരണമാകും. അപകടങ്ങളിൽ നിന്ന് ഈ സ്വതക്കകൾ തടയപ്പെടും. നരകപ്രവേശനത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന കാര്യമാണ് സ്വതക്ക. അതുകൊണ്ട് ജീവിതത്തിൽ സ്വതക്കകൾ അധികരിപ്പിക്കുക. റഹ്മാനായ റബ്ബിൻ്റെ മാർഗത്തിൽ ഒരു പിശുക്കും കാണിക്കാതെ ഇരു കൈകൾ നീട്ടിയിട്ടുകൊണ്ട് അള്ളാൻ്റെ മാർഗത്തിൽ ഉള്ളത് കൊടുക്കാൻ ശ്രമിക്കുക. അത് 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും കഴിവിൻ്റെ പരമാവധി നൽകുക.
റബ്ബ് നമ്മുടെ എല്ലാ സ്വതക്കകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ സ്വർഗത്തിൽ മുത്ത് റസൂലിൻ്റെ ചാരത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.